ഹലോ 2025 എൻ്റെ ഫസ്റ്റ് വീഡിയോ. കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ബിഗോണിയം പ്ലാന്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇത് വേറെ ചട്ടിയിലേക്ക് മാറ്റാൻ സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചട്ടിയിലേക്ക് മാറ്റാനായിട്ടുണ്ട്. സമയം കിട്ടിയില്ല, അതുകൊണ്ടിട്ടാണ്. ബിഗോണിയയുടെ ലീഫ് കട്ട് ചെയ്ത് നമ്മൾ പ്ലാന്റ് ചെയ്താൽ അതിൻ്റെ റൂട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 20 ഡേയ്സിനുള്ളിൽ ഒരു പുതിയ പ്ലാന്റ് വരും. ഇപ്പം ഞാൻ അങ്ങനെ നട്ടിട്ടുള്ളതാണ്. ഇത് ലീഫ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. ഇങ്ങനെ കുറേ ദിവസം വീഡിയോ ചെയ്തില്ല. കാര്യം കാർണിവലും പിന്നെ ബീച്ച് പോക്കും എല്ലൊക്കെ ആയിരുന്നു. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ലീഫാണ്. ബ്രൗണിഷ് മെറൂണാണ്. അതിൽ ഡാർക്ക് ഗ്രീൻ വെയിൻസ്. അതിൻ്റെ പിൻഭാഗത്ത് മെറൂണിൽ ലൈറ്റ് ഗ്രീൻ, ഫ്ലൂറസൻ ഗ്രീൻ പോലത്തെ നല്ല ഭംഗിയില്ലേ. ഇനി ഇതൊക്കെ കട്ട് ചെയ്ത് നടണം. ഇത് വേറൊരു ടൈപ്പാണ്. അപ്പോൾ അത് ഇങ്ങനെ ഞാനൊരു ലീഫ് കട്ട് ചെയ്ത് ഇപ്പം കുത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് പുതിയ പ്ലാന്റായിട്ട് കിട്ടും. ഈ ലീഫ് മരം കൊത്തിയുടെ പണിയാണ് ഇങ്ങനെ ആക്കി വെക്കുന്നത്. ഇത് ഇവിടെ വാതിലടച്ചിട്ട ഉടനെ വന്നിട്ട് ഇത് കീറിപ്പറിച്ച് എന്നോട് എന്തോ വൈരാഗ്യമുള്ള പോലെ കീറിപ്പറിച്ചിട്ടിട്ട് പോകും. അതേപോലെ കെയിൻ ബിഗോണിയ. ഏഞ്ചൽ വിങ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ഇത്രയും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഏഞ്ചലിൻ്റെ വിങ്സ് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. കെയിൻ ബിഗോണിയ ആയിരുന്നു. 3 കളറുണ്ടായിരുന്നു. ഇനി ഇത് മാത്രമേ ഉള്ളൂ. ബിഗോണിയയുടെ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കണ പോലെ അങ്ങോട്ട് സ്പ്രെഡായിട്ടൊന്നും വരില്ല. കെട്ടുപോകുന്നതിന് ഒരു പരിധിയില്ലാത്ത പോലെ അങ്ങോട്ട് തീർന്നു പോകും. പീച്ച്, റെഡ്, പിന്നെ വൈറ്റും ഉണ്ടായിരുന്നു. ഇപ്പം ആകെ വൈറ്റിൻ്റെ അത് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിപ്പം കട്ട് ചെയ്ത് മാറ്റാനായിട്ടുണ്ട്. വേറെ പോട്ടിലോട്ട് മാറ്റാനായിട്ടുണ്ട്. നല്ല സ്പ്രെഡായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ന്യൂ ഇയറിലെ ഫസ്റ്റ് വീഡിയോയാണ്. ഞാൻ ഇത്രയും വീഡിയോസ് ചെയ്യുമ്പോഴും ഞാൻ മറന്നു പോവും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനായിട്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ. ഇത് കണ്ട, ഈ ലീഫ് എന്തൊരു കഷ്ടം പിടിച്ചാണ് ഇരിക്കുന്നത്. ഈ ലീഫ് മരം കൊത്തി എവിടെ കൊത്തണമെന്നറിയാതെ കൊത്തിയിട്ടിട്ട് പോണതാണ്. ഇങ്ങനെയാണ് ലീഫ് ഇരിക്കുന്നതെങ്കിൽ കാണാൻ നല്ല ചന്തമാണ്. ഇത് നോക്കി, മരം കൊത്തിയുടെ പണിയാണ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ജനാലയിൽ കുത്തിയിട്ട് പോകും. അങ്ങനത്തെ മരം കൊത്തി അവിടെ ഉള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ബിഗോണിയ പ്ലാന്റ്. ലീഫ് കുത്തിയിട്ടൊരു കുഞ്ഞ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ലൂസായിട്ടുള്ള മഡായിരിക്കണം. അതുപോലെ തന്നെ വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിക്കരുത്. ജസ്റ്റ് ഒന്ന് നനയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം മതി. ലൂസ് മഡാണ് എപ്പോഴും നല്ലത്. പിന്നെ ഞാൻ കുറച്ച് റീപോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇനി ഇതൊക്കെ ഒന്ന് വലുതായി വരുന്ന. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ വിഷസ്. ഹാവ് എ ഗുഡ് ഇയർ, ഗ്രേറ്റ് ഇയർ വിത്ത് ഗ്രേറ്റ് ബ്ലെസ്സിങ്സ്.